മൊത്തം രാജ്യത്ത് 2024 ഇലക്ഷന് ശേഷം രാഷ്ട്രീയമായ കാലാവസ്ഥാ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, BJPക്ക് അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ല. അതായത് പ്രതിപക്ഷം അധികാരത്തിൽ വരാനൊരു സാധ്യതയുണ്ട് എന്നൊരു സൂചന ജനങ്ങൾക്ക് കിട്ടിയോട് ജനങ്ങളുടെ ഈ ഭയം കുറച്ച് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. മുമ്പ് ഭയന്ന് വിറങ്ങലിച്ചു നിന്ന അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ തന്നെ ഈ ഭരണകൂടത്തെ ക്രിട്ടിസൈസ് ചെയ്ത്, നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ അറിയാം, പ്രത്യേകിച്ചും ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ജനങ്ങൾ നിർഭയം കാര്യങ്ങൾ ചോദ്യം ചെയ്തു തുടങ്ങി, ഭരണകൂടത്തെ മോദിയെ തന്നെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മാറ്റം സൃഷ്ടിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൊണ്ടുകൂടിയാണ്. പ്രതിപക്ഷം വളരെ ശക്തമായി നിലനിന്നതിൻ്റെ കൂടിയാണ്. ജനങ്ങൾക്ക് ആ ഭയം മാറിയിട്ടുണ്ട്. ആ ഭയം മാറി തുടങ്ങിയപ്പോൾ മൊത്തം സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ഈ വെറുപ്പിനെ തള്ളി പറയുന്നു. അതായത് ഹേറ്റ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റിന് ഇപ്പോൾ റീച്ച് കുറവാണ്. ആളുകൾ അത് കൺസ്യൂം ചെയ്യുന്നില്ല. അത് എന്ത് ചെയ്യുന്നില്ല, എക്കോ ചേമ്പറുകളിലിട്ട് ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നില്ല, കൂടുതൽ പേരിലേക്ക് എത്തുന്നില്ല. അതേസമയം ഭരണകൂടത്തെ വിമർശിക്കുന്ന കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ട്രഡീഷണൽ മീഡിയയെ സംബന്ധിച്ച്, ഇപ്പോൾ അർണബിനെ ഉൾപ്പെടെയുള്ള പരമ്പരാഗത മാധ്യമങ്ങളെ സംബന്ധിച്ചും സോഷ്യൽ മീഡിയ റീച്ച് വളരെ പ്രധാനമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ മോദി സർക്കാരിനെ പുകഴ്ത്തുന്ന കണ്ടന്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അവരുടെ കണ്ടന്റിന് റീച്ച് ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവരുടെ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് അതൊന്ന് മാറ്റി പിടിക്കുന്നതാണ്. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BJP സർക്കാരിൻ്റെ വർഗീയതയെ അല്ല അവർ വിമർശിക്കുന്നത്, BJP സർക്കാരിൻ്റെ ഡിവിസീവ് പോളിസി അല്ല വിമർശിക്കുന്നത്, ഹെയ്റ്റ് സ്പീച്ചിനെ അല്ല വിമർശിക്കുന്നത് എന്തിനാണ്? ആരവല്ലി കുന്നുകൾ ഇടിച്ചു നിരത്തുന്നതിനെ കുറിച്ചാണ്, ഇൻഡിഗോ വിമാനം മുടങ്ങിയതിനെ കുറിച്ചാണ്, ഡൽഹിയിലെ പൊല്യൂഷനെ കുറിച്ചാണ്. ഈ 3 പ്രശ്നവും ഇന്ത്യ നേരിടുന്ന വലിയ പ്രശ്നം വലുതാണ്. അതല്ല ഇന്ത്യ നേരിടുന്ന പ്രശ്നം. ആ വലിയ പ്രശ്നത്തെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ മോദിയെ പേരെടുത്ത് വിമർശിക്കാനോ അർണബ് ഇനിയും തയ്യാറായിട്ടില്ല എന്നുകൂടി ശ്രദ്ധിക്കുക. അവരുടെ ലക്ഷ്യം ബിസിനസ്സാണ്. എന്താണ്? മൊത്തം മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ കൂടുതൽ റീച്ച് എന്തിനാണ്? ഭരണകൂടത്തെ വിമർശിച്ചാൽ റീച്ച് കിട്ടും, ഭരണകൂടത്തെ പുകഴ്ത്തിയ റീച്ച് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചുവട് മാറ്റമാണ്. അവിടെയും ശ്രദ്ധിക്കേണ്ടത് RSS എന്നൊരു വാക്ക് അർണബ് ഗോസ്വാമി ഉച്ചരിക്കുന്നില്ല എന്നുള്ളതാണ്.